ഇപ്പൊ മൈക്രോബ്ലേഡിംഗ് മാം ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ശരിക്കും അതിന്റെ ഒരു പ്രോസസ്സ് എന്താണ്? മൈക്രോബ്ലേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐബ്രോ ഇല്ലാത്ത ആൾക്കാർക്ക്, ഐബ്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഐബ്രോ ഇല്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ടയർഡായിട്ടിരിക്കണ മാതിരി തോന്നും. അയാളൊന്ന് ഐബ്രോ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മാർട്ടായിട്ടിരിക്കണ മാതിരി തോന്നും. അപ്പോൾ ഈ ഐബ്രോ എന്നും വരയ്ക്കാനൊന്നും ചിലർക്ക് പറ്റില്ല. എന്നും വരയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആവണം എന്നില്ല. ഇന്ന് വരയ്ക്കണ മാതിരി ഇരിക്കുന്ന നാൾ വരയ്ക്കുന്നു. മൈക്രോബ്ലേഡിങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ മസിലില്ലേ, ഈ മസില് പ്രായമാവും തോറും ലൂസാവും. അപ്പോൾ നമ്മുടെ ഐബ്രോ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആണല്ലോ നമ്മളൊരാളെ കാണുമ്പോഴേക്കും സ്റ്റേജിലാണ് നമ്മൾ തന്നെ വിലയിരുത്തണത്. അപ്പോൾ ഈ മൈക്രോബ്ലേഡിങ് കുറച്ചും കൂടി ആ മസിൽ അവിടെ ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഹൈറ്റ് ചെയ്ത് പെർഫെക്റ്റായിട്ട് ചെയ്യുമ്പോൾ ആ മസിൽ സാഗ് ചെയ്തായിട്ട് തോന്നില്ല നമുക്ക്. മസിൽ സാഗ് ചെയ്ത് തന്നെ അവിടെ ഇരിക്കും. അതിന് ബോട്ടോക്സ് ഒക്കെ ചെയ്താണ്, ഫില്ലറൊക്കെ ചെയ്താണ് അത് ഹൈറ്റ് വയ്ക്കുന്നത്. പക്ഷേ ഈ മൈക്രോബ്ലേഡിങ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഒരു സ്മാർട്ട് ലുക്ക് ഉണ്ടാവും. പിന്നെ കുളിച്ചാലും മഴയത്ത് പോയാലൊന്നും പോകില്ല. അതാണ് ഒരുപാട്. അതുകൊണ്ട് ഇപ്പം അതൊരു നോർമൽ ഒരാൾ ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഇത്രയ്ക്കൊന്നും ഫാഷൻ വേണ്ടെന്ന്. പക്ഷെ ഒരു പ്രായമായിട്ടുള്ളൊരു ലേഡി, അവർക്ക് പണ്ട് നല്ല ഐബ്രോ ആയിരുന്നു. അപ്പോൾ ചിലർക്കൊക്കെ പെട്ടെന്ന് ഒരു മൂഡ് ഓഫ് ആവും. ഒരു ഇപ്പം എന്നെ കാണാനൊന്നും ഭംഗിയില്ല എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ഇരിക്കില്ല. അപ്പോൾ അവരൊന്ന് ഐബ്രോ ചെയ്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര ചേഞ്ച് ആയിരിക്കും. 10 വയസ്സ് കുറഞ്ഞ മാതിരി ഇരിക്കും. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ആയി. ടീച്ചേഴ്സൊക്കെ ഇഷ്ടംപോലെ പേര് വരാറുണ്ട്. ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, എന്തിനാ ജഡ്ജസ് വരെ വരാറുണ്ട്. എല്ലാവരും വരുന്നത് ചെയ്യുന്നൊരു സാധനം. ഭയങ്കര നല്ലൊരു പ്രൊസീജിയറാണെന്ന് വേണമെങ്കിൽ പറയാം.